വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയിലേക്കാണ് ആദ്യം തന്നെ. വാർത്ത എന്നുള്ളത് ഇടപെടൽ കൂടിയാണെന്ന് തെളിയിക്കുന്ന ഒരു സന്ദർഭമാണ്. മാതൃഭൂമി ന്യൂസ് ഈ വിഷയം, അതായത് ആലപ്പുഴ ഈ സംഭവത്തിൽ വാർത്ത നൽകിയതിനെ തുടർന്ന് ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ആ വലിയ ഇമ്പാക്റ്റിന്റെ വാർത്തയാണ് പ്രേക്ഷകരെ ആദ്യമായി അറിയിക്കുന്നത്. ഗുരുതര വൈകല്യങ്ങളുമായി ജനിച്ച കുട്ടിക്ക് സൗജന്യ ചികിത്സ നൽകും എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. കുഞ്ഞിന്റെ മാതാപിതാക്കളിൽ നിന്ന് ഈടാക്കിയ പണം തിരികെ നൽകുമെന്നുകൂടി ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നു. വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നു. നമുക്ക് ആദ്യം ഈ വാർത്തയുടെ ഇമ്പാക്ട് എന്നുള്ള നിലയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ബൈറ്റ്, അവരുടെ വാചകങ്ങൾ കേൾക്കാം. നേരത്തെ തന്നെ അത് തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഡോക്ടേഴ്സ് പേരന്റ്സിനെ കണ്ടത്. സർക്കാർ സംവിധാനത്തിൽ പൂർണ്ണമായി സൗജന്യമായിട്ടുള്ള ചികിത്സ, അതിന്റെ തുടർ ചികിത്സ എന്തൊക്കെ വേണമെന്നുള്ളത് കൂടി സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ചികിത്സ സൗജന്യമായി തന്നെ സർക്കാർ സംവിധാനത്തിൽ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ കേട്ടു, അത് തീർച്ചയായിട്ടും പരിശോധിക്കാം. അത് സർക്കാർ സംവിധാനത്തിൽ ഒരിക്കലും അത് ചെയ്യാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ തന്നെ 18 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ ചികിത്സ നൽകുന്നത്. അതല്ലാതെ വീണ്ടും പ്രത്യേകിച്ച് ഈ കേസിൽ അങ്ങനെ ചെയ്തു എന്നുള്ളത് അത് തീർച്ചയായിട്ടും പരിശോധിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും തീർച്ചയായിട്ടും ഉണ്ട്. അഡീഷണൽ ഡയറക്ടർ, അതായത് അത് അഡീഷണൽ ഡയറക്ടറുടെ റിപ്പോർട്ട് ACS-ന് നൽകിയിട്ടുണ്ട്. ACS-ഉം വകുപ്പ് അത് പരിശോധിച്ച് എനിക്ക് നൽകും. അതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നടപടിയുണ്ടാവും. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ട് രഘുനാഥ് നാരായണൻ ടെലിഫോൺ ലൈനിലുണ്ട്. രഘു, ഒരു പക്ഷേ നമ്മൾ കഴിഞ്ഞ 3 ആഴ്ചകൾ മുമ്പ് കേട്ടിരുന്നത് എല്ലാ ചികിത്സകളും ഞങ്ങൾ നോക്കിക്കൊള്ളാം, എല്ലാ സഹായം ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയാണ്. അതിപ്പോഴും അവർ ആവർത്തിക്കുന്നു. എന്നാൽ ഫലമാകട്ടെ, രാവിലെ രഘുനാഥ് നാരായണൻ റിപ്പോർട്ട് ചെയ്ത പോലെ അവർക്ക് ഒന്നുമേ ലഭിക്കുന്നില്ല. ചികിത്സാ ചിലവ് അവർ തന്നെ വഹിക്കേണ്ടി വരുന്നു. മന്ത്രിയുടെ വാക്ക് പാഴ്വാക്കാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ വീണ്ടും മന്ത്രി ആവർത്തിക്കുന്നു വേണ്ട ഇടപെടൽ ഉണ്ടാകുമെന്ന്. എങ്ങനെ പ്രതികരിക്കുന്നു? വേണ്ട ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രി അന്നേ പറഞ്ഞതാണ്. കഴിഞ്ഞ മാസം അവസാനമാണ് ഈ വിവരം പുറത്തു വരുന്നതും മാധ്യമങ്ങൾ വാർത്ത നൽകിയതും. അന്ന് തന്നെ മന്ത്രി പ്രതികരിച്ചത് തന്നെ ഇതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. എല്ലാ ചികിത്സകളും സൗജന്യമായി നൽകും. പക്ഷേ അവർക്കുണ്ടായ അനുഭവം നേരെ തിരിച്ചാണ്. 2 തവണ 250 രൂപ വീതം വാങ്ങി എന്ന് മാത്രമല്ല, പുറത്തുനിന്ന് മരുന്നുകളും വാങ്ങേണ്ട അവസ്ഥയുണ്ട്. ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏക വരുമാന മാർഗം എന്ന് പറയുന്നത് കുട്ടിയുടെ അച്ഛനാണ്. അയാൾ വാഹനം ഓടിച്ച് കുടുംബം മുന്നോട്ട് പോകുന്ന ആളാണ്. പക്ഷേ ഈ കുട്ടിയെ ചികിത്സയ്ക്കൊക്കെ കൊണ്ടുപോകേണ്ടത് കൊണ്ട് തന്നെ കഴിഞ്ഞ 1 മാസത്തോളമായി അയാൾക്ക് ജോലിക്ക് പോകാൻ വേണ്ടി കഴിയുന്നില്ല. എന്ന് മാത്രവുമല്ല, ആലപ്പുഴ നഗരത്തിൽ നിന്ന് വണ്ടി ഓടിച്ച് ഒരു 10-12 കിലോമീറ്റർ അപ്പുറമുള്ള വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ അതിന് ഡീസൽ ആവശ്യമാണ്. അങ്ങനെയുള്ള ചെലവുകളൊക്കെ ഉണ്ട്. അതിനിടയിലാണ് ഈ സൗജന്യമായി ചികിത്സ എന്ന് ഭരണകൂടം ഉറപ്പ് നൽകുമ്പോഴും പണം കൊടുക്കേണ്ടി വരുന്നത്. ഈ മന്ത്രി പറഞ്ഞ കാര്യം തന്നെ കഴിഞ്ഞ ദിവസം PRO-യും കുടുംബത്തെ വിളിച്ച് അറിയിച്ചിരുന്നു. അതായത് പണം അറിയാതെ ചില സാങ്കേതിക കാരണങ്ങളാൽ പണം ഈടാക്കേണ്ടി വന്നതാണ്, അത് വേണമെങ്കിൽ തിരികെ നൽകാം. പക്ഷെ അപ്പോഴും ഈ അച്ഛന്റെ ഒരു പരാതി, ഈ കുഞ്ഞിന് ഇത്രയും ഗുരുതര വൈകല്യങ്ങൾ ഉണ്ടായി, ആരോഗ്യവകുപ്പ് മന്ത്രി ഇടപെടുന്നു, അഡീഷണൽ ഡയറക്ടർ അടക്കം വന്ന് അന്വേഷണം നടത്തുന്നു, എന്നിട്ട് പോലും ആ കുഞ്ഞിന് അത്തരം രീതിയിലുള്ള ഒരു പരിഗണന ലഭിക്കുന്നില്ല. പക്ഷേ ചികിത്സ നല്ല രീതിയിൽ നൽകുന്നു. അവിടുത്തെ ഡോക്ടർമാരൊക്കെ ആണെങ്കിലും മികച്ച രീതിയിൽ കുഞ്ഞിനെ പരിശോധിക്കുന്നു, അവർക്ക് വേണ്ട ചികിത്സ നൽകുന്നു, വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നു. പക്ഷേ മൊത്തത്തിൽ ഉള്ള ഒരു സംവിധാനത്തിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ കുഞ്ഞിന് ഒരു കൃത്യമായി, അതായത് ഈ കുഞ്ഞ് ഇത്തരത്തിൽ ചികിത്സാ പിഴവ് മൂലം വൈകല്യത്തോടുകൂടി ജനിക്കേണ്ടി വന്നൊരു കുഞ്ഞാണ്. അതുകൊണ്ട് അതിന് ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു നിയമപരമായ രേഖാമൂലമായ ഒരു കാര്യം നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അതിൽ രഘു, ഇന്ന് മന്ത്രി പറയുന്ന ഒരു കാര്യം, 18 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചികിത്സ സൗജന്യമാണ്, പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണം തിരികെ നൽകും എന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോൾ അതായിരുന്നല്ലോ വിഷയം. അത് പരിഹരിക്കപ്പെടുമെന്ന് വിചാരിക്കാമോ? അത് ഇതിനോടകം തന്നെ മെഡിക്കൽ കോളേജിന്റെ PRO നമ്മൾ വാർത്ത നൽകിയതിനൊക്കെ പിന്നാലെ മെഡിക്കൽ കോളേജിന്റെ PRO രക്ഷകർത്താക്കളെ വിളിച്ചിട്ട് ഒരു അപേക്ഷ നൽകിയാൽ പണം തിരികെ നൽകാനുള്ള നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്, ഈ കുഞ്ഞിനെ ഇപ്പോൾ ഡോക്ടർമാരെല്ലാം ചികിത്സിക്കുന്നുണ്ട്. കാരണം നമ്മൾ വീണ്ടും ഇത് പറയുന്നത് കാരണം ആ കുട്ടിക്ക് ചികിത്സ ലഭിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് ഇപ്പൊ അവിടുത്തെ ഡോക്ടർമാരെല്ലാം നല്ല രീതിയിൽ ആ കുഞ്ഞിന് പരിഗണന നൽകുന്നുണ്ട്. അപ്പോഴും ചില കാര്യങ്ങളിൽ ഒരു ഡിലേ, ഒരു വീഴ്ച ഉണ്ടാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഈ പൈസയുടെ കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ ഈ കുഞ്ഞിന്റെ രക്ഷകർത്താക്കളുടെ ഒരു പരാതി, ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ ലാബുകളുടെ CT സ്കാൻ മെഷീൻ അടച്ചുപൂട്ടാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകി. വളരെ വേഗത്തിൽ തന്നെ അവർ വരുന്നു, 1 മണിക്കൂറിനകം തന്നെ തീരുമാനമെടുക്കുന്നു. പക്ഷേ ഇവർ പരിശോധിച്ച് കഴിഞ്ഞ് 2 ആഴ്ച പിന്നിട്ടിട്ടും എന്തുകൊണ്ട് ഈ ആരോപണ വിധേയരായ കടപ്പുറം ആശുപത്രിയിലെ ഡോക്ടർമാർക്കോ മറ്റ് ജീവനക്കാർക്കെതിരെ എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല? സാധാരണ നിലയിൽ ഇത്തരത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടാകുമ്പോൾ ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന സമീപനമാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. ആ രീതിയിൽ ഈ കേസും പോകുമോ എന്നുള്ളൊരു ആശങ്കയാണ് കുടുംബത്തിൽ പങ്കുവെക്കാറുള്ളത്. എന്തായാലും മന്ത്രി
മുൻപ് പല കേസുകളിലും ഇത്തരത്തിൽ പറയുന്നത് പോലെ തന്നെ ഈ കേസിലും നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഈ ചികിത്സ രഘു, മന്ത്രിയുടെ ഉറപ്പ് നടപ്പാകട്ടെ, അവർക്ക് ചികിത്സാ ചെലവ് സർക്കാർ തന്നെ വഹിക്കട്ടെ. എങ്കിലും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്, മന്ത്രി ഇത്ര ഉറപ്പ് നൽകിയിട്ട് ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടും അഭിലാഷേ ആ ഡോക്ടർമാർക്കും അവിടെയുള്ളവർക്കും മനസ്സിലാകുന്നില്ലേ ഇത് ഇങ്ങനെ ഈ ചികിത്സാ ചെലവ് മന്ത്രി തന്നെ വഹിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഇത്തരം ഒരു ഗുരുതരമായ വീഴ്ച നടക്കും. എന്തായാലും മന്ത്രി എന്താണ് പറഞ്ഞതെന്ന് കേൾക്കേണ്ടതുണ്ട്. രാഹുൽ ജി നാഥ് ചേരുന്നു. രാഹുല, മന്ത്രി ഇപ്പോഴാണോ, നമ്മുടെ ഈ വാർത്ത കാണുമ്പോഴാണോ ഈ വിവരം അറിയുന്നത്? അതിനു മുമ്പ് ഈ പ്രശ്നമായി അറിഞ്ഞിട്ടില്ലേ? എന്താണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം വാർത്ത അല്പം മുമ്പാണ് ശ്രദ്ധിച്ചതെന്ന് മാത്രമാണ് മന്ത്രി പറയുന്നത്. മന്ത്രി പറഞ്ഞ വാക്ക് അവിടെ ലംഘിക്കപ്പെട്ടു എന്ന തരത്തിൽ നമ്മൾ ഇത്തരം വാർത്ത വന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാത്രമാണ് അറിഞ്ഞത്. അത് പരിശോധിച്ച് നടപടി ഉണ്ടാകും, പണം തിരികെ നൽകുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും മന്ത്രി കൊടുത്ത വാക്ക് നോക്കൂ. ആ കുട്ടി ചികിത്സയിലെ പല ഘട്ടങ്ങളിലൂടെ കടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ വാർത്തയായി കൊടുത്തതാണ്. അപ്പോഴും വലിയ പിന്തുണ ലഭിക്കേണ്ട ഒരു കുഞ്ഞാണ്, മാതാപിതാക്കളാണ്. അപ്പോൾ ആ വാക്ക് തെറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്ത ഇപ്പോൾ മാത്രം ശ്രദ്ധിക്കുന്നതെന്നാണ് മന്ത്രി പറയുന്നത്. ഒപ്പം നടപടി ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. റിപ്പോർട്ടിൽ ആ അച്ഛൻ ഉന്നയിച്ച ഒരു പ്രശ്നം, റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. പുറത്തു വന്നാൽ മാത്രമേ ഈ ഉദ്യോഗസ്ഥർക്ക് നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യം വ്യക്തമാകൂ. ആ റിപ്പോർട്ട് എന്ന് പുറത്തു വരുമെന്ന് ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ മറുപടിയില്ല. റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്, നടപടി ഉണ്ടാകുമെന്ന് മാത്രമാണ് മന്ത്രി വാക്കാൽ സൂചിപ്പിച്ചത്. എന്തായാലും വാക്ക് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് മന്ത്രിയുടെ വാക്ക്. അത് താഴേക്കിടയിലേക്ക് അല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് സംവിധാനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാധ്യത മന്ത്രി വീണ ജോർജിനോട്